അവ്യക്ത സന്ദേശം. ബാബയുടെ അടുക്കൽ വചനത്തിൽ ഭോഗമായി എത്തിച്ചേർന്നു. പോയതിനോടൊപ്പം ഇങ്ങനെ തോന്നി, വചനത്തിൽ ബ്രാഹ്മണരായ കുട്ടികളുടെ ചാറ്റൽ മഴ പെയ്യുന്നത് പോലെ ബാബയുടെ കുട്ടികൾ ബാബയുടെ മുന്നിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. ഓരോരുത്തരും ഹൃദയത്തിൽ നിന്നും നവവർഷത്തിൻ്റെ ആശംസകൾ നൽകുകയാണ്. ബാബ പറഞ്ഞു, കുട്ടി, ഇന്നും ഇന്നലെ വൈകുന്നേരം മുതൽ രാത്രി മുതൽ തന്നെ ഹൃദയത്തിലെ ഓർമ്മകൾ ബാബയുടെ അടുത്ത് എത്തിച്ചേരുകയായിരുന്നു. ഓരോരുത്തരുടെയും ഹൃദയത്തിൽ നിന്നും ഒരേ വാക്കു തന്നെയാണ് വരുന്നത്. മധുരമായ ബാബ, പ്രിയപ്പെട്ട ബാബ. കാരണം ഏതു കുട്ടികളാണോ ബാബയുടേതായി മാറുകയും പ്രാപ്തി നേടുകയും അനുഭവിക്കുകയും ചെയ്തത്, അത് ബാബയ്ക്ക് പ്രത്യക്ഷത്തിൽ കാണപ്പെടുന്നു. പിന്നെ ഞാൻ ബാബയോട് പറഞ്ഞു, നവവർഷം ആഘോഷിക്കുന്നതിന് വേണ്ടി ഇത്രയും സഹോദരീ സഹോദരന്മാർ എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും എത്തിച്ചേർന്നിരിക്കുകയാണ്. വിശേഷിച്ച് ഡൽഹി, ആഗ്ര, എല്ലാ സ്ഥാനത്തുമുള്ള കുറച്ച് സഹോദരീ സഹോദരന്മാർ ഉണ്ട്. ബാബ പറഞ്ഞു, നോക്കൂ കുട്ടി, ബാബയുടെ ഈ സ്ഥാനത്തെക്കുറിച്ച്, മധുബനെക്കുറിച്ച് ബാബ പറഞ്ഞിട്ടുണ്ട്. അന്തിമ സമയത്ത് ക്യൂ ഉണ്ടാകും. ബാബയുടെ കുട്ടികളുടെയും തിരക്കുണ്ടാകും. ഇതുപോലെ ബാബ ഇപ്പോൾ ഭക്തരുടെ അടുക്കലും ചുറ്റി സഞ്ചരിക്കുവാനായി പോകുന്നു. അപ്പോൾ ക്ഷേത്രങ്ങളിൽ ഭക്തരുടെ വളരെയധികം തിരക്കുണ്ട്. എൻ്റെ ആ കുട്ടികളും ഭക്തരായ കുട്ടികളും എന്നെ വളരെയധികം ഹൃദയം കൊണ്ട്, മനസ്സുകൊണ്ട് ഓർമ്മിക്കുന്നു. പക്ഷേ അവരുടെ ഓർമ്മകൾക്ക് പൂർണ്ണമായും എത്തിച്ചേരുവാൻ കഴിയുന്നില്ല, അനുഭവം നേടുവാൻ സാധിക്കുന്നില്ല. എന്നാൽ എപ്പോഴാണോ ബാബയുടെ കുട്ടികൾ ഓർമ്മിക്കുന്നത്, ഓർമ്മകൾ അയക്കുന്നത്, അപ്പോൾ ബാബയിൽ ആ ഓർമ്മകൾ എത്തിച്ചേരുന്നു. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ബാബ ഒരു ദൃശ്യം എമർജ് ചെയ്തു. ദൃശ്യം ഭക്തിമാർഗത്തിലേതായിരുന്നു. ബാബ ഇങ്ങനെ കാണിച്ചു തന്നു. ലോകത്തിലെ ഭക്തരായ കുട്ടികൾ നന്ദിഗണത്തിൻ്റെ കാതിൽ തൻ്റെ മനസ്സിലെ ചില കാര്യങ്ങൾ കേൾപ്പിക്കുന്നു. എന്നാൽ ആ ശബ്ദം നന്ദിഗണത്തിൻ്റെ അടുത്തല്ല, മറിച്ച് ബാബയുടെ അടുത്ത് എത്തിച്ചേരുന്നു. അവരാണെങ്കിൽ ഒരു സാകാര മാധ്യമം സ്വീകരിക്കുന്നു. കുട്ടികളായ നിങ്ങളും സാകാരത്തിലെ മാധ്യമം സ്വീകരിച്ചിട്ടുണ്ട്. മാധ്യമത്തിൻ്റെ ആശ്രയത്തിലൂടെയാണ് കുട്ടികളായ നിങ്ങൾ ശിവബാബയെ തിരിച്ചറിഞ്ഞത്. ബാബ പറഞ്ഞു, കുട്ടി, ജനുവരി മാസം ആരംഭിച്ചു. ഇപ്പോഴാണെങ്കിൽ ബ്രഹ്മബാബ വദനത്തിൽ ഇരിക്കുകയാണ്, കുട്ടികളെ കാത്തിരിക്കുകയാണ്. സമയം കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നു. കാരണം രണ്ടുപേരുടെയും സംസാരം ചിലപ്പോൾ സംയുക്തമായി നടക്കുന്നു, ചിലപ്പോൾ പ്രത്യേകം രൂപത്തിലായിരിക്കും. അപ്പോൾ ബാബ പറഞ്ഞു, ബ്രഹ്മബാബയും എപ്പോൾ വരെ കുട്ടികളെ കാത്തിരിക്കും? ഞാൻ പറഞ്ഞു, ബാബ, എല്ലാ കുട്ടികളും സ്വയം വളരെയധികം പുരുഷാർത്ഥത്തിൽ മുഴുകിയിരിക്കുകയാണ്. ഇപ്പോഴാണെങ്കിൽ ജനുവരി മാസം തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഓരോരുത്തരും തൻ്റെ പുരുഷാർത്ഥത്തെ തീവ്രമാക്കുന്നതിൽ മുഴുകിയിരിക്കുകയാണ്. ബാബ പറഞ്ഞു, വിശേഷിച്ച് നവവർഷം ലോകത്തുള്ളവരും ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളായ നിങ്ങളും ആഘോഷിക്കും. എന്നാൽ ബാബ പറഞ്ഞു, കുട്ടികളായ നിങ്ങളുടെ ഹൃദയത്തിൽ, മനസ്സിൽ, ബുദ്ധിയിൽ, സ്മൃതിയിൽ ഇപ്പോൾ വിശേഷിച്ച്
പുതിയ ലോകത്തിൻ്റെ കാര്യങ്ങളാണ്. പുതിയ ലോകത്തിൻ്റെ സ്മൃതികളും വരേണ്ടത് ആവശ്യമാണ്. എപ്പോഴാണോ പുതിയ ലോകത്തിൻ്റെ സ്മൃതികൾ വരാൻ തുടങ്ങുന്നത്, അപ്പോൾ പഴയ ലോകത്തിൽ നിന്നും ഓട്ടോമാറ്റിക്കായി അകന്നു മാറിക്കൊണ്ടിരിക്കും. കാരണം എപ്പോഴാണോ പഴയ ലോകത്തെ നോക്കുന്നത്, അപ്പോൾ പഴയ ലോകത്തിൽ ഇടയ്ക്കിടയ്ക്ക് കഴിയുമ്പോൾ ബാബയെ മറന്നു പോകുന്നു. ബാബ പറഞ്ഞു, അതിനാൽ ബാബയുടെ കുട്ടികൾ സ്വയം തൻ്റെ പുരുഷാർത്ഥത്തിൻ്റെ മേൽ വിശേഷ അറ്റൻഷൻ വെച്ചുകൊണ്ട് പോകണം. പിന്നെ ഞാൻ ബാബയോട് പറഞ്ഞു, വിശേഷിച്ച് ഡൽഹി നിവാസികൾക്കും എല്ലാ ബ്രാഹ്മണരായ കുട്ടികൾക്കും വേണ്ടി നവവർഷത്തിൻ്റെ എന്തെങ്കിലും ഗിഫ്റ്റ് നൽകണം. അപ്പോൾ ഇങ്ങനെ തോന്നി, ബ്രഹ്മ ബാബയുടെ സ്വരൂപം, ബ്രഹ്മ ബാബയോടൊപ്പം ശിവബാബ തീർച്ചയായും ഉണ്ട്. ബ്രഹ്മ ബാബയുടെ സ്വരൂപം അത്രയും വലിയ സ്വരൂപമായി മാറി. ഇങ്ങനെ തോന്നി, ഇവിടെ ഇരിക്കുന്ന കുട്ടികളെ മാത്രമല്ല, ദേശത്തുള്ളവരായാലും വിദേശത്തുള്ളവരായാലും എല്ലാ കുട്ടികളെയും ബാബ നോക്കുകയാണ് എന്ന് തോന്നി. ബാബ പറഞ്ഞു, വിശേഷിച്ച് നവവർഷത്തിൽ ബാബ തൻ്റെ കുട്ടികളെ തൻ്റെ കൈകളിൽ ഒതുക്കുന്നു, ആശ്ലേഷിക്കുന്നു. ബാബ പറഞ്ഞു, കുട്ടി, ആരെങ്കിലും കുറച്ച് സമയത്തിന് ശേഷമാണ് കണ്ടുമുട്ടുന്നത് എങ്കിൽ, പുതുവർഷത്തിലാണ് കണ്ടുമുട്ടുന്നത് എങ്കിൽ പോലും പരസ്പരം മനസ്സിൻ്റെ ഉള്ളിൽ നല്ല കാര്യങ്ങൾ കേൾപ്പിക്കുന്നു, അന്യോന്യം ആശ്ലേഷിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ബാബ പറഞ്ഞു, ഇന്ന് വിശേഷിച്ച് സദ്ഗുരുവാർ ദിവസവുമാണ്. കുട്ടികളെ സംബന്ധിച്ച് ലോകത്തെ സംബന്ധിച്ചും നവവർഷം ആഘോഷിക്കുകയുമാണ്. അപ്പോൾ ബാബ പറഞ്ഞു, വിശേഷിച്ച് തൻ്റെ ബ്രാഹ്മണരായ കുട്ടികളെ ബാബ വിശേഷിച്ച് ആശ്ലേഷിച്ചുകൊണ്ട് എല്ലാവരുടെയും കാതുകളിൽ ഈ ഒരു മന്ത്രം നൽകുകയാണ്. ഓരോ ബ്രാഹ്മണനായ കുട്ടിയുടെയും ഹൃദയത്തിൽ നിന്നും മധുരമായ ബാബ എന്ന വാക്ക് തീർച്ചയായും വരണം. കാരണം ബാബ പറഞ്ഞു, മധുരം എന്ന വാക്കിൽ മാധുര്യത്തിൻ്റെ അഥവാ സാക്രിൻ്റെ സുഗന്ധം നിറയുന്നു. അതിനാൽ ബാബ പറഞ്ഞു, വിശേഷിച്ച് ബ്രാഹ്മണരായ കുട്ടികൾ ഏതെല്ലാം സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണോ, ഭാവിയിലും സേവനം ചെയ്തുകൊണ്ട് തന്നെയിരിക്കണം. ബാബ പറഞ്ഞു, ഇപ്പോഴാണെങ്കിൽ സേവനങ്ങളുടെയും സമയം സമാപ്തമാകാൻ പോവുകയാണ്. കാരണം സമയത്തിൻ്റെ സാഹചര്യങ്ങൾ ഇത്രത്തോളം മാറും. കുട്ടികളായ നിങ്ങൾക്ക് അവരവരുടെ സ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് തന്നെ സേവനം ചെയ്യുവാൻ കഴിയുന്ന വിധത്തിൽ ബാബയുടെ സ്വരൂപം വളരെയധികം സുന്ദരവും വളരെയധികം തേജസ്വിയും വളരെയധികം ശക്തിശാലിയും ആയിരുന്നു. ബാബയുടെ മുന്നിൽ ഭോഗ് വച്ചിട്ടുണ്ടായിരുന്നു. പല സഹോദരി സഹോദരന്മാരുടെയും ഓർമ്മകൾ ഉണ്ടായിരുന്നു. നമ്മുടെ ജയപ്രകാശ് ബായിക്ക് നിമിത്തമായുള്ള ഓർമ്മകളും ബാബയ്ക്ക് നൽകി. ബാബ എല്ലാവരുടെയും ഓർമ്മകൾ വളരെ സ്നേഹത്തോടെ ഹൃദയത്തിൽ സ്വീകരിച്ചു. പിന്നെ ബാബ വളരെ സ്നേഹത്തോടെ ഭോഗ് സ്വീകരിച്ചുകൊണ്ട് ബാബ പറഞ്ഞു, വിശേഷിച്ച് ഓരോ ബ്രാഹ്മണനായ കുട്ടിയും മറ്റുള്ളവർക്ക് ആശംസകൾ നൽകുന്നു. എന്നാൽ തൻ്റെ ഹൃദയത്തിൽ അതേ വാക്കുകൾ ഓർമ്മയുടെ രൂപത്തിൽ എമർജ് ചെയ്തുകൊണ്ടിരിക്കൂ. കാരണം ആശംസകൾ നൽകുക എന്നാൽ സന്തോഷങ്ങൾ നൽകുകയും സന്തോഷങ്ങൾ നേടുകയും ചെയ്യുക എന്നതാണ്. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ബാബ വിശേഷിച്ച് ഡൽഹിയിലെ മുതിർന്ന സഹോദരിമാർക്കും വളരെയധികം സ്നേഹം നിറഞ്ഞ് ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹസ്മരണകൾ നൽകി. ബാബ പറഞ്ഞു, ഓരോരുത്തരും തങ്ങൾക്കും മീതെ തങ്ങളെക്കാൾ അധികം സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
നിമിത്തമായ സഹോദരിമാർ വളരെയധികം സേവനം ചെയ്യുന്നു. ഇടയ്ക്കിടയ്ക്ക് സഹോദരിമാർ തങ്ങളുടെ ശരീരത്തിൻ്റെ ചിന്തയോ ശ്രദ്ധയോ പോലും വയ്ക്കുന്നില്ല. എന്നാൽ ബാബ പറഞ്ഞു, സമയത്തെ കണ്ടുകൊണ്ട് എല്ലാ കാര്യങ്ങളും ശ്രദ്ധയിൽ വെച്ചുകൊണ്ട്, അതായത് തൻ്റെയും ശ്രദ്ധ വെച്ചുകൊണ്ട്, ബ്രാഹ്മണ പരിവാരത്തിൻ്റെയും ശ്രദ്ധ വെച്ചുകൊണ്ട്, സർവരുടെയും ശ്രദ്ധ വെച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും ആശീർവാദങ്ങൾ നേടണം, ആശീർവാദങ്ങൾ നൽകണം. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ബാബ എല്ലാവർക്കും നവവർഷത്തിൻ്റെ വളരെ വളരെ വളരെയധികം ആശംസകൾ നൽകി. ഓം ശാന്തി.